ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ യെറ്റ് അനദർ ട്യൂട്ടോറിയൽ. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ക്ലീനിങ് സോഫ്റ്റ്വെയർ ആണ്. നമ്മളുടെ വിൻഡോസ് ഫയലുകൾ, വിൻഡോസിനകത്തുണ്ടാകുന്ന അൺവാണ്ടഡ് ഫയൽസുകൾ ക്ലീൻ ചെയ്ത് വിൻഡോസ് സിസ്റ്റംസിനെ പെർഫെക്റ്റായിട്ട് നല്ല സ്പീഡായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്, ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സി ക്ലീനർ. നമുക്ക് നമ്മളുടെ വിൻഡോസിൻ്റെ അകത്ത് ഒരുപാട് ഫയൽസുകൾ നമ്മൾ ഇപ്പോൾ ബ്രൗസിങ് ഉപയോഗിച്ച് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ജങ്ക് ഫയലുകൾ അടിഞ്ഞുകൂടും നമ്മളുടെ സിസ്റ്റത്തിനകത്ത്. ആ ഫയലുകൾ നമ്മൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ യാതൊരുവിധ പ്രോബ്ലംസും സംഭവിക്കാതെ എങ്ങനെയാണ് ഈ ഫയലുകൾ ക്ലീൻ ചെയ്യുക എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ട്യൂട്ടോറിയലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സി ക്ലീനറിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള സെറ്റപ്പ് ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ട്രയൽ വെർഷൻസാണ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഡിഫോൾട്ട് വിൻഡോയിൽ നമുക്ക് ഓപ്ഷൻസ് ഒരുപാട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇൻ്റർനെറ്റ് ക്യാഷെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് വഴി സ്റ്റോർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ക്യാഷെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇൻ്റർനെറ്റ് ഹിസ്റ്ററി, നമുക്ക് ഓരോ വെബ് ബ്രൗസറിലും പോകാതെ തന്നെ നമുക്കിവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇവിടെ വെച്ച്. കൂടാതെ കുക്കീസ് അൺവാണ്ടഡ് വെബ്സൈറ്റ് വഴി ഓട്ടോമാറ്റിക്കായി നമ്മുടെ സിസ്റ്റത്തിനകത്ത് കയറുന്ന ഒരു ഫയൽ സിസ്റ്റമാണ് കുക്കീസ്. കൂടാതെ ഡൗൺലോഡ് ഹിസ്റ്ററി, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഇവിടുന്ന് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരു ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലെ ഫയലുകളും ഈ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റൺ ക്ലീനർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. നമ്മൾക്ക് എത്ര ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അൺവാണ്ടഡ് ആയിട്ട് ഉണ്ട്, നമുക്ക് വേണ്ടാത്തത്ര ഫയലുകളുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഈ സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമുക്കൊരു 1-2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എത്ര ഫയൽസുകളാണ് നമുക്കിവിടെ ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്ത് നമുക്ക് എത്ര ഫയൽസുകളാണ് നമുക്കിവിടെ അൺവാണ്ടഡ് ഫയൽസുകൾ നമുക്ക് കാണാൻ പറ്റുക എന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. സോ റീസൈക്കിൾ ബിന്നിലേക്ക് പോകുന്ന ഫയലുകൾ നമുക്കിവിടെ ഈ ഓപ്ഷനിലൂടെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ രജിസ്ട്രി ഫയൽസ് എന്ന് പറയുന്നത് നമുക്ക് രജിസ്ട്രിയിലകത്ത് കുറേ ഫയലുകൾ അൺവാണ്ടഡ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഈ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മൈക്രോസോഫ്റ്റിൻ്റെ 236 ഇൻ്റർനെറ്റ് ക്യാഷ് ഫയൽ 236 ഫയൽസുകളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ 5.5 MB അടുത്തപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മതി ഗൂഗിൾ ക്രോം, കൂടാതെ മൾട്ടിമീഡിയ, ഫ്ലാഷ് പ്ലെയർ തുടങ്ങിയ ഫയലുകളിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഫയൽസുകൾ ഇവിടെ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ്, എനിക്ക് തോന്നുന്നത് ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിൻഡോസ് ക്ലീനിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് ആൻറ്റിവൈറസ് അല്ല, ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ പോലെ പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഇത് വൈറസ് ഡിറ്റക്റ്റ് ചെയ്യുകയില്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസുകൾ മാത്രമേ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക്സ് അപ്പ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you for watching my tutorial. Signing out, Jittu Hasman.